സംഭവമാണ് ഈ കാണുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ വിസ്റ്റൻസ് ബ്രിഡ്ജിൽ 4 റെസിസ്റ്റൻസുകൾ ഒരു ബ്രിഡ്ജിന്റെ ഫോമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും 4 റെസിസ്റ്റൻസുകൾ. ഇതോ റെസിസ്റ്റൻസ്, ഇതൊരെണ്ണം, ഇവിടുന്ന് ഇവിടം വരെ ഒരെണ്ണം, ഇവിടുന്ന് ഇവിടം വരെ ഒരെണ്ണം, അങ്ങനെ 4 റെസിസ്റ്റൻസുകൾ ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 1 മീറ്റർ റെസിസ്റ്റൻസ് വയറാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പൊ ഒന്ന് പറയാം. സോ മീറ്റർ ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് എ വുഡൻ ബോർഡ്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോർഡാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. സോ മീറ്റർ ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് എ വുഡൻ ബോർഡ് ഇൻ വിച്ച് ദർ ഇസ് എ 1 meter long resistance wire. 1 meter long resistance wire. There are 3 gaps. 3 ഗ്യാപ്പ് ഉണ്ട്. G1, G2 and G3. On the gap G1 there is an unknown resistance X, and on the gap G2 there is a resistance box, and on the gap G3 a high resistance galvanometer and a jockey is connected. ജോക്കി നമുക്കിത് പ്രാക്ടിക്കലി ചെയ്യാനുണ്ട്. ഉപകരണം ഞാൻ ലാബിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോ എയിൽ നിന്ന് മറ്റൊരു വയർ എടുത്തിട്ട് നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ കീ, ദെൻ ടു ദി അതർ ടെർമിനൽ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സർക്യൂട്ട്. ഇനി പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എടുക്കും. സോ വി ടേക്ക് സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ഫ്രം റെസിസ്റ്റൻസ് ബോക്സ്, ആൻഡ് ഹൈ റെസിസ്റ്റൻസ് വി ആർ യൂസിങ് ഓൺലി 2 വോൾട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. സോ ഹൈ റെസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്നില്ല. ദെൻ വി യൂസ് ദിസ് ജോക്കി. Jockey is moved along the resistance wire till the galvanometer shows 0 deflection. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് 1 അല്ലെങ്കിൽ 2, 1, 2, 3, 4 ആ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ 2, 4, 6 ആ ഓർഡറിൽ എടുക്കാം. എന്തായാലും 6 റീഡിംഗ് എടുക്കണം. അപ്പോൾ ഈ ബാലൻസ് ലെങ്ത് എ മുതൽ ജി വരെയുള്ള ലെങ്ത് അളക്കണം. അതാണ് ലാബിൽ ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം. മീറ്റർ ബ്രിഡ്ജ് consists of a wooden board in which there is a 1 meter long resistance wire which is placed on a meter scale. There are 3 gaps. On the gap G1 there is unknown resistance, and on the gap G2 there is a resistance box, and on the gap G3 wire is taken to connect HR. HR means high resistance, and then galvanometer G, and then to the jockey J, and between A and B a cell and a key is connected. Suitable resistance is taken from the resistance box. Jockey is moved along the resistance wire, and the balance length AJ equal to L centimeter is measured. A മുതൽ J വരെ ഗാലോമീറ്റർ 0 ആകുന്നവരെ റെസിസ്റ്റൻസ് ബോക്സിന് സൂട്ടബിൾ റെസിസ്റ്റൻസ് എടുത്തു. എവിടെ വെച്ചിട്ടാണ് ഈ റെസിസ്റ്റൻസ് വയറിലൂടെ ജോക്കി മൂവ് ചെയ്യുക, എവിടെ വെച്ചിട്ടാണോ ഗാലോമീറ്റർ 0 ആവുന്നത് ആ വാല്യൂ ഇവിടെ ഇങ്ങോട്ടുള്ള AJ എന്നുള്ള ദൂരം അളക്കുക, L സെന്റിമീറ്റർ. ദെയർഫോർ ഇത് മൊത്തം 1 മീറ്റർ ആണ്, 100 സെന്റിമീറ്റർ ആണ്. ദെയർഫോർ BJ ഈക്വൽ ടു ഇവിടം വരെ J, ഇവിടം വരെ L, ഇവിടുന്ന് അങ്ങോട്ട് 100 minus L. BJ equal to 100 minus L centimeter. If sigma is the resistance per unit length, then resistance between AJ equal to L into sigma. Similarly, resistance between BJ equal to 100 minus L into sigma. Then applying Wheatstone's principle നമ്മൾ അപ്ലൈ ചെയ്യാം. P by Q equal to R by S. P by Q equal to R by S. X by R equal to
ഇത് ഈ റെസിസ്റ്റൻസ് എൽ സിഗ്മ, ഇവിടെ അങ്ങോട്ടുള്ളത് 100 മൈനസ് എൽ ഇൻറ്റു സിഗ്മ, ഈ റെസിസ്റ്റൻസ് എൽ സിഗ്മ ഡിവൈഡ് ബൈ 100 മൈനസ് എൽ ഇൻറ്റു സിഗ്മ. സിഗ്മ സിഗ്മ പറ്റി ബാക്കി എക്സ് ബൈ ആർ ഈക്വൽ ടു എൽ ബൈ 100 മൈനസ് എൽ, ഓർ എക്സ് ഈക്വൽ ടു ആർ എൽ ബൈ 100 മൈനസ് എൽ. ഇതൊന്ന് എഴുതിക്കോ. വിൽസൺസ് ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, ഹെഡിങ് മീറ്റർ ബ്രിഡ്ജ് ഡയഗ്രം ഒന്ന് വരയ്ക്കാം. എഴുതിക്കോ. Meter bridge consists of a wooden board in which there is a meter scale, and a resistance wire of 1 meter long is placed on the meter scale. There are 3 gaps in the wooden board. There are 3 gaps in the wooden board. On the gap G1, there is an unknown resistance, and on the gap G2, there is a resistance box, and on the gap G3, wire is taken to connect high resistance galvanometer and jockey. And between the terminal A and B, a cell and a key is connected. Suitable resistance is taken from the resistance box. Next line at go. Suitable resistance is taken from the resistance box. Jockey is moved along the resistance wire till the galvanometer shows 0 deflection. Under the condition, bridge is said to be balanced, and under balancing condition, applying Wheaton's principle, x by r equal to L sigma by 100 minus L into sigma. Where sigma is the resistance per unit length, then x by r equal to L by 100 minus L, or x equal to RL by 100 minus potentiometer. നേരത്തെ മീറ്റർ പഠിച്ച് പറഞ്ഞ പോലെ തന്നെ പൊട്ടൻഷ്യോമീറ്ററും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വുഡൻ ബോർഡ് ഇൻ വിച്ച് ദർ ഇസ് എ 10 meter ലോങ് റെസിസ്റ്റൻസ് വയർ. നേരത്തെ 1 meter ലോങ് റെസിസ്റ്റൻസ് വയർ ആണെങ്കിൽ ഇപ്പോൾ 10 meter ലോങ് റെസിസ്റ്റൻസ് വയർ ആണ് ഉള്ളത്. 10 meter ലോങ്, 10 meter ലോങ് റെസിസ്റ്റൻസ് വയർ. ദെൻ ഈ ഭാഗം എ ബി, ഈ ഭാഗമാണ് അതിന്റെ പ്രൈമറി ഓഫ് ദി സർക്യൂട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. പ്രൈമറിയിലുള്ളത് ഒരു സെല്ല്, കീ, റിയോസ്റ്റാറ്റ്, RH എന്ന് പറഞ്ഞ റിയോസ്റ്റാറ്റ്. ഇനി സെക്കൻഡറി, ഇതായി കാണുന്നതാണ് സെക്കൻഡറി. സെക്കൻഡറിയിലുള്ളത് ഈ പറഞ്ഞ ഒരു ഡാനിയൽ സെല്ല്, ഒരു ഹൈ റെസിസ്റ്റൻസ് ഗാലോമീറ്റർ, ജോക്കി. ഒരു പറയാം, meter bridge consists of a 10 meter long resistance wire which is arranged in a wooden board. Primary of the circuit consists of cell, key, rheostat.
and secondary consist of Daniel cell, high-resistance, galvanometer and jockey. നേരത്തെ പറഞ്ഞ പോലെ തന്നെ jockey is moved along the resistance wire and balance length AJ is measured. Balance length AJ is measured. AJ എന്നുള്ള balance length നമ്മൾ അളക്കും. AJ എന്നുള്ള ബാലൻസ് ലെങ്ത് നമ്മൾ അളക്കും. AJ നമ്മൾ അളക്കും. അത് എല്ലാം ചോദിക്കാം. സോ AJ ഈക്വൽ ടു L സെന്റിമീറ്റർ. AJ ഈക്വൽ ടു L സെന്റിമീറ്റർ. നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ ഈസ് ദി റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ AJ ഈക്വൽ ടു റെസിസ്റ്റൻസ് ബിറ്റ്വീൻ AJ equal to L into sigma. L into sigma. Then total resistance AB. അത് നമ്മൾ ക്യാപിറ്റൽ L എന്ന് എടുക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് AB ഈക്വൽ ടു L എന്ന് എടുക്കാം. ടോട്ടൽ ലെങ്ത് AB. ഈ ടോട്ടൽ ലെങ്ത് ഈ A മുതൽ B വരെ 1000 സെന്റിമീറ്റർ ഉണ്ട്. അത് നമ്മൾ ക്യാപിറ്റൽ L എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ resistance between AB equal to capital L into sigma. If I is the current flowing through a circuit, then by Ohm's law PD across അല്ലെങ്കിൽ EMF between AJ equal to I into Ohm's law, current into resistance, I into L into sigma. Similarly, EMF between AB equal to I into capital L into sigma, current into resistance. Therefore, PD അല്ലെങ്കിൽ EMF between PD between അല്ലെങ്കിൽ EMF PD between AJ divided by PD between AB equal to വെട്ടി പോയി കഴിഞ്ഞാൽ ബാക്കി L by capital L. പറഞ്ഞാൽ EMF is directly proportional to balance length. അതാണ് എന്റെ പ്രിൻസിപ്പിൾ. EMF is directly proportional to balance length. ഒന്ന് എഴുതിക്കോ. Potentiometer consists of a wooden board in which there is a 10-meter long resistance wire. Primary of the circuit consists of cell of EMF E, key and rheostats RH. And secondary consists of diagonal cell, high resistance, galvanometer and jockey. Jockey is moved along the resistance wire till galvanometer shows zero deflection and the balance length AJ equal to L centimeter is measured. Therefore, if sigma is the resistance per unit length, then resistance between AJ equal to small l into sigma. If total length of the wire AB equal to L centimeter, resistance between AB equal to capital L into sigma. If I is the current flowing through the circuit, then PD between AJ equal to I into L into sigma. PD between AB equal to I into capital L into sigma. Dividing to equation PD between AJ divided by PD between AB. IL sigma divided by I capital L sigma small l by capital L. That is EMF is directly proportional to
balance length. This is the principle of potentiometer. This is the principle of potentiometer. Next, compare the EMF of two cells. Compare the EMF of two cells. രണ്ട് സെല്ലിന്റെ EMF കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളത് രണ്ട് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സെല്ലിന്റെയും EMF നമുക്ക് കമ്പയർ ചെയ്യണം. അതാണ് ഈ സെല്ലിന്റെ EMF E1 ഇതിന്റെ E2. പ്രൈമറിയിൽ മാറ്റമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ അതേ തന്നെ പ്രൈമറി, സെല്ല്, കീ, റിയോസ്റ്റാറ്റ്. സെക്കൻഡറിയിൽ വരുമ്പോ ഒരു ഡാനിയൽ സെല്ലും ഒരു ലെക്ലാൻഷ്യൻ സെല്ലും. ഡാനിയൽ സെല്ലിന്റെ EMF E1 ലെക്ലാൻഷ്യൻ സെല്ലിന്റെ EMF E2. പിന്നെ ഒരു 6-way കീ. രണ്ട് ഈ കീ ഇവിടെ ക്ലോസ് ചെയ്യാം, പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യാം. എന്ന തരത്തിലുള്ള രണ്ട് കീ. പിന്നെ ഹൈ റെസിസ്റ്റൻസ്, ഗാലോമീറ്റർ ആൻഡ് ജോക്കി. ഹൈ റെസിസ്റ്റൻസ്, ഗാലോമീറ്റർ ആൻഡ് ജോക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറിയിൽ നമ്മൾ ആദ്യം പ്രൈമറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ജോക്കി വെച്ചാൽ ഗാലോമീറ്റർ ഒരു സൈഡ് ഡിഫ്ലക്ഷൻ കിട്ടണം. നേരെ മറിച്ച് ഈ ജോക്കി എടുത്തിട്ട് ഇവിടെ വെക്കുകയാണെങ്കിൽ ഗാലോമീറ്റർ ഓപ്പോസിറ്റ് സൈഡ് ഡിഫ്ലക്ഷൻ കിട്ടണം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ റിയോസ്റ്റാറ്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഓപ്പോസിറ്റ് സൈഡ് ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രൈമറി സർക്യൂട്ടിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചും പാടില്ല. പിന്നെ അഥവാ ഓപ്പോസിറ്റ് സൈഡ് ഡിഫ്ലക്ഷൻ കിട്ടിയില്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ചെറുതായിട്ട് അങ്ങോട്ടൊന്ന് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഡിഫ്ലക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ കണക്ഷൻ ശരിയാണ്. പിന്നെ നമുക്ക് ഇതിൽ പ്രൈമറിയിൽ മോഡിഫിക്കേഷൻ ഒന്നും പാടില്ല. ദെൻ സെക്കൻഡറിയിൽ നമ്മൾ ആദ്യം കീ 1 ക്ലോസ് ചെയ്യും. കീ 1 ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട് ഇതിലൂടെ വന്നിട്ട് E1 കടന്ന് ഡയൻ സെല്ലിലൂടെ കടന്നിട്ട് ഇത് ലാണിലും ഇത് ലെക്ലാൻഷ്യൻ ആണെന്ന് വയ്ക്കാം. ഡയൻ സെല്ലിലൂടെ കടന്ന് K1 കടന്ന് ഹൈ റെസിസ്റ്റൻസ്, ഗാലോമീറ്റർ, ജോക്കി ഇതിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇപ്പൊ ഒന്ന് പറയാം. To compare the EMF of two cells, following circuit is used. Primary consists of key, cell, key, rheostat, and secondary consists of diagonal cell of EMF E1 and Lagrangian cell of EMF E2 and a 6-way key, high resistance, galvanometer and jockey. To start with the experiments, the key K1 is closed so that cell of EMF E1 is included in the circuit. Cell of EMF E2 is excluded from the circuit and the jockey is moved along the resistance wire till galvanometer shows zero deflection and the first balance length L1 is measured which is proportional to E1. Which is proportional to E1. Now the key K2 is closed so that cell of EMF E2 is included in the circuit. Cell of EMF E1 is excluded from the circuit and the second balance length L2 is measured which is proportional to E2. So dividing the equation L1 by L2 equal to E1 by E2. ഏതെങ്കിലും ഒരു EMF അറിയാമെങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാം. ഓക്കെ, എഴുതിക്കോ. ഒരു ഡയഗ്രം വരയ്ക്കാം. To compare EMF of two cells, following circuit diagram is used. Primary of the circuit consists of cell, key and rheostat, and the secondary consists of diagonal cell of EMF E1, Lagrangian cell of EMF E2 and a 6-way key, high resistance, galvanometer and jockey.
To start with experiments, key K1 is closed, so that cell of EMF E1 is included in the circuit and cell of EMF E2 is excluded from the circuit, and the first balance length L1 is determined, which is proposed to E1. Now the key K2 is closed, so that cell of EMF E2 is included in the circuit and the cell of EMF E1 is excluded from the circuit, and second balance length L2 is determined, which is proposed to E2. Therefore, L1 by L2 equal to E1 by E2. അതിന് താഴെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഇത് വോൾട്ട്മീറ്ററിനേക്കാൾ ബെറ്റർ ഡിവൈസ് ആയിട്ട് നമുക്ക് PD ആൾക്കാർ ഉപയോഗിക്കാന്നുള്ളത്. അതിന്റെ ഉത്തരം ഇതാണ്, ബീയിങ് എ നൾ മെത്തേഡ്. നൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗാലനോമീറ്റർ 0 ആകുന്ന മെത്തേഡ്. ബീയിങ് എഴുതിക്കോ അടുത്ത പാരഗ്രാഫായിട്ട്. ബീയിങ് എ നൾ മെത്തേഡ്, potentiometer is better than voltmeter in measuring EMF.